ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല പുതുമയാർന്ന നല്ല സ്പൈസി ആയിട്ടുള്ള മുട്ട വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല കിഡിലൻ സ്നാക്സ് റെസിപ്പീസാണ്. 2 സ്നാക്സ് റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. രണ്ടും നല്ല വെറൈറ്റി സ്നാക്സ് തന്നെയാണ്. ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ആദ്യം നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള പഫ്സ് നെയ്യപ്പം എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. പഫ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ രീതിയിലുള്ള നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള പഫ്സ് എങ്ങനെ ഉണ്ടാവും, അതാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ചേരുവകൾ ആവശ്യമുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പയിലൂടെ അരിച്ചിട്ടെടുക്കാം കേട്ടോ. ഈ 1 കപ്പ് മൈദപ്പൊടിയിലേക്ക് നമുക്ക് 1/4 കപ്പ് റവ വേണം. നല്ല തരിയുള്ള റവ തന്നെ എടുക്കുക. ഇനിയിപ്പോൾ അത് അങ്ങനെ തരി ഇല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതായത് 1/2 ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക, കൂടുതലാവേണ്ട കോൺഫ്ലോർ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് വേണം. ഒരു 1/4 ടീസ്പൂണിലും കുറവേ ഉപ്പ് എടുത്തിട്ടുള്ളൂ, ഒരുപാട് ആവണ്ട, കാരണം നമ്മളിതിലേക്കുള്ള ഫില്ലിങ്ങിലും ഉപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ എടുക്കുന്നത് ഞാൻ 1.5 ടീസ്പൂണാണ്. അതൊന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇളം ചൂടുവെള്ളം വേണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ. 1 കപ്പ് മൈദപ്പൊടിയിലേക്ക് 1.5 കപ്പ് ഇളം ചൂടുവെള്ളമാണ് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ബ്ലെൻഡറിലേക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പൊടികളെല്ലാം കൂടി കട്ട പിടിച്ച് കിടക്കും. എന്നിട്ട് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഞാൻ ഇന്നലെ ഒരു അറബ് ഡെസേർട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കത്തായിഫ്. അപ്പോൾ അതിൻ്റെ ബാറ്റർ പോലെ തന്നെയാണ് ഈ ഒരു ബാറ്ററും തയ്യാറാക്കിയിട്ടുള്ളത്. അത് സ്വീറ്റാണ്, ഇത് ഞാൻ സ്പൈസി ആക്കി എടുക്കുവാണ്. അപ്പോൾ ആ ഒരു റെസിപ്പിയിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത്. പിന്നെ നമ്മളുടെ കേരള ട്രഡീഷണലായിട്ടുള്ള നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ഒരു ടെക്സ്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടിയുള്ളൊരു ഫ്യൂഷനായിട്ടുള്ളൊരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, ഞാൻ വെറുതെ പറയില്ല, നല്ല ടേസ്റ്റിയാണ്, നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവമാണ്. പപ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്നാക്ക് ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ ഇട്ട പേര് തന്നെ കേട്ടോ, പഫ്സ് നെയ്യപ്പം എന്ന് എനിക്ക് മനസ്സിൽ വന്നു ആ ഒരു പേര്. എനിക്കിതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തത് അതുപോലെയാണ്. നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ നെയ്യപ്പത്തിൻ്റെ ആ ഒരു ടെക്സ്ചറും ഉണ്ട്, അതുപോലെ പഫ്സിൻ്റെ ഒരു ടേസ്റ്റും വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട പേര് തന്നെയാണ് പഫ്സ് നെയ്യപ്പം എന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്റർ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മുട്ട മസാല റെഡിയാക്കി എടുക്കാം. മുട്ട റോസ്റ്റിൻ്റെ മസാല തന്നെയാണ് അത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇഷ്ടം, ആ ഒരു രീതിയിൽ തന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിലാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതുപോലൊരു പാന് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ പച്ചമുളക് കീറിയെടുത്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വന്നാൽ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മുട്ട റോസ്റ്റൊക്കെ റെഡിയാക്കുമ്പോൾ നന്നായിട്ട് ഈ ഉള്ളി മസാല ഉണ്ടെങ്കിലേ ആ ഒരു മുട്ട റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സവാള കൂടുതലായിട്ട് വേണ്ടി വരും. പിന്നെ ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സവാള നല്ല കനം കുറച്ചിട്ട് അരിയണം, എന്നാലും നന്നായിട്ട് വഴണ്ട് കിട്ടുള്ളൂ. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, എന്നാലേ പെട്ടെന്ന് റെഡിയായി കിട്ടുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഒത്തിരി പേർക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ചിലർക്കൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റുന്നത് ഈ സവോള നന്നായിട്ട് വഴണ്ട് വരാതെ നമ്മൾ അതിലേക്ക് തക്കാളിയും മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഉള്ളിയുടെ ആ ഒരു പച്ച ചുവക്കെ വരുന്നത്. ആ മുട്ട റോസ്റ്റ് നല്ല നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് വരാത്തതൊക്കെ കാരണം ആ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ സവോള നന്നായിട്ട് വഴണ്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ട് വേണം ബാക്കി എല്ലാതും ചേർത്ത് കൊടുക്കാൻ. അതുപോലെ സവോള അരിയുമ്പോഴും നല്ല കനം കുറച്ചിട്ട് അരിയാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് ഗ്രേറ്ററിലാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 സവാളയിലേക്ക് ഞാൻ തക്കാളി, ഒരു തക്കാളിയുടെ 1/2 പീസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ തക്കാളി ചേർത്ത് കൊടുക്കരുത് മുട്ട റോസ്റ്റിലേക്ക്, എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. വീണ്ടും ഞാൻ അടച്ച് വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ തക്കാളിയും ഇപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല കുഴഞ്ഞ രീതിയിൽ വേണം നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ കിട്ടാൻ. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മാത്രമേ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പം നമ്മുടെ ഈ ഒരു ഉള്ളി മസാല നല്ല റെഡ് കളറായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാൻ അധികം ചേർക്കുന്നില്ല. മക്കൾക്കൊന്നും അധികം എരിവ് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആവുന്ന വരെ ഇതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഞാനിപ്പോൾ നമ്മൾക്ക് മുട്ട റോസ്റ്റ് വേണം, പക്ഷേ അത്രയും ഡ്രൈ ആവേണ്ട. അപ്പോൾ അതുകൊണ്ട് അധികം ഞാൻ ഡ്രൈ ആക്കുന്നില്ല. കുറച്ചൊന്ന് സോഫ്റ്റായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എണ്ണ തെളിഞ്ഞ് വന്നാൽ നമുക്ക് ആ എണ്ണ അവിടുന്ന് മാറ്റിയെടുക്കും ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു മസാലയിലേക്ക് നമുക്ക് മുട്ട പുഴുങ്ങി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാ കോഴിമുട്ട തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയാണ്. ഹാഫ് ബോയിൽഡ് ഒന്നല്ല, നല്ല ഫുൾ ബോയിൽഡ് ആയിട്ടുള്ള മുട്ട തന്നെയാണ്. അത് 1-2 കഷ്ണങ്ങളാക്കിയിട്ട് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 1-2 ആക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം മുട്ട എണ്ണയിലേക്ക് സൈഡിലോട്ടാക്കിയിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ 30 മിനിറ്റ് നമ്മളവിടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയെടുക്കുക. നല്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഹൈ ഫ്ലെയിമും വേണ്ട, ലോ ഫ്ലെയിമും വേണ്ട, മീഡിയം ഫ്ലെയിം വേണം. പിന്നെ ഇതുപോലെ ഒരു 1/4 കപ്പിൻ്റെ മെഷറിംഗ് കപ്പ് എടുത്തിട്ടാണ് ഞാനിത് മെഷർ ചെയ്യുന്നത്. 1/4 കപ്പ് നിറയെ എടുക്കുന്നില്ല കേട്ടോ ബാറ്റർ. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ പാൻ കേക്കും ഒരേ സൈസിൽ കിട്ടുള്ളൂ. ഇനി നല്ലോണം ചൂടായ ശേഷം ഓരോ പാൻ കേക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ബാറ്റർ ഒഴിച്ച പാട് നമ്മളിത് പരത്തിയെടുക്കാനോ അതുപോലെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാനോ ഒന്നും പാടില്ല. ഇങ്ങനെ ഇതുപോലെ എന്താ പറയുക, ഹോൾസ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വരും. അപ്പോഴാണ് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആവുള്ളൂ. നമ്മൾ 30 മിനിറ്റ് പുറത്ത് വെച്ചല്ലോ ബാറ്റർ, അതുകൊണ്ടാണ് ഇതുപോലെ ഹോൾസൊക്കെ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടുന്നത്. ഇപ്പോൾ കണ്ടോ, അത് മുകൾ ഭാഗം ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നില്ലേ? അങ്ങനെ മൊത്തം ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു ട്രേയിലൊക്കെ മാറ്റണം. ഇത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഇന്നലത്തെ ഞാൻ ഡെസേർട്ടിൻ്റെ വീഡിയോയിൽ മൊത്തത്തിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ പാൻ കേക്ക് നല്ല സോഫ്റ്റാണ്. അതുപോലെ നല്ല നല്ല ഹോൾസ് വന്നിട്ടുണ്ട് മുകളിൽ. ഇങ്ങനെ ആയാലാണ് ആ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ മുകളിൽ ഇങ്ങനെ ഡ്രൈ ആയി വന്നാൽ നമുക്ക് പാൻ കേക്ക് ഇങ്ങനെ വേറൊരു ട്രേയിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഇങ്ങനെ ഞാനിപ്പോൾ ഒരു കട്ടിംഗ് ബോർഡിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അടുത്തതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന പാൻ കേക്ക് ഇല്ലേ റെഡിയാക്കിയത്, അത് ഇതുപോലെ ഒരു തുണി കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം. തുണി നല്ല ഡ്രൈ ആയിട്ടുള്ള തുണിയാണ് കേട്ടോ, നനഞ്ഞ തുണിയൊന്നുമല്ല, ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ പാൻ കേക്കും റെഡിയാക്കി എടുക്കുക ബാക്കിയുള്ള ബാറ്ററും കൊണ്ട്. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ തുണി കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. നമ്മളിപ്പോൾ ഇതുപോലെ തുണി കൊണ്ട് കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പാൻ കേക്കൊക്കെ ഹാർഡായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് തുണി കൊണ്ട് കവർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ പാൻ കേക്കൊക്കെ റെഡിയായി. നമുക്കിതിപ്പോൾ വേണമെങ്കിൽ വൈകുന്നേരം വരെ തുണിയിൽ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചാലും മതി. വൈകുന്നേരമൊക്കെ റെഡിയാക്കി എടുത്താലും മതി. രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം പുറത്ത് വെച്ചാലും മതി കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാൻ കേക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ ഈ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മുട്ട മസാല ഉണ്ടല്ലോ, മസാല ആദ്യം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കഷ്ണം മുട്ട ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. നമ്മൾ പപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഞാൻ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് പറയേണ്ടി വരുന്നത്. ഇനി ഇതുപോലെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് സൈഡ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് ഒട്ടിക്കോളും. ഇതിപ്പോൾ കാണുമ്പോൾ നമ്മൾക്ക് നെയ്യപ്പത്തിൻ്റെ ആ ഒരു ലുക്ക് കാണില്ലേ? അത് കഴിക്കുമ്പോഴും ഈ പാൻ കേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുമ്പോഴും ആ നെയ്യപ്പത്തിൻ്റെ ആ ഒരു ഫീലാണ്, ഒരു ടെക്സ്ചറാണ് വരുന്നത്. ടേസ്റ്റ് നെയ്യപ്പത്തിൻ്റെ അല്ലെങ്കിലും ആ ഒരു ടെക്സ്ചറാണ് വരുന്നത്.
പിന്നെ നിങ്ങൾക്ക് ഇത്രയും സൈസുള്ള ഈ ഒരു സ്നാക്ക് വേണ്ടെന്നാണെങ്കിൽ പാൻ കേക്ക് നമ്മൾ റെഡിയാക്കുമ്പോൾ കുറച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ 1/4 കപ്പിൻ്റെ മെഷറിംഗ് കപ്പല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അതൊരു 1/6 അല്ലെങ്കിൽ 1/8 ഒരു കപ്പ് മെഷറിംഗ് കപ്പ് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. പാൻ കേക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ രാവിലെ റെഡിയാക്കിയ ശേഷം വൈകിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ നല്ല തുണി കൊണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഭയങ്കര ഹൈ ഫ്ലെയിമിലല്ല കേട്ടോ ഫ്രൈ ചെയ്യുന്നത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാൻ. എന്നാലേ നമുക്കിതിൻ്റെ അകത്തൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ. 2 വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. മുകൾ ഭാഗം നല്ലൊരു ഗോൾഡനും ക്രിസ്പിയും ലുക്ക് ടെക്സ്ചറൊക്കെ വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ശരിക്കും കാണുമ്പോൾ നെയ്യപ്പത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെയല്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നെയ്യപ്പത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ. എനിക്കിത് കണ്ടപ്പോൾ ആ ഒരു നെയ്യപ്പത്തിൻ്റെ പോലെ തോന്നി. അപ്പോൾ നന്നായിട്ട് എണ്ണ ഉണ്ടാവും, നെയ്യപ്പത്തിൻ്റെ പോലെ തന്നെ നന്നായിട്ട് എണ്ണ ഉണ്ടാവും. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇത് മാറ്റുക. നന്നായിട്ട് എണ്ണ ഒപ്പിയെടുത്തിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ചെറിയ പാൻ ആയതുകൊണ്ടാണ് ഞാനിതുപോലെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള പഫ്സ് നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അതുപോലെ പഫ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ് ഈ പഫ്സ്. അപ്പോൾ പിന്നെ നെയ്യപ്പം അധിക പേർക്കും ഭയങ്കര ഇഷ്ടമാണ് നെയ്യപ്പം. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ളൊരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. അതുപോലെ ഈ നടുവിലുള്ള ആ ഒരു പോർഷനില്ലേ, അത് സോഫ്റ്റോ ആയിരിക്കും. നെയ്യപ്പത്തിൻ്റെ പോലെ തന്നെയാണ്. സൈഡിൽ നെയ്യപ്പത്തിൽ ഒരു ക്രിസ്പി ആയിട്ടുണ്ടാവില്ല, അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത എഗ് സ്നാക്കിലേക്ക് പോവാം. ഇനി അടുത്തതായിട്ടുള്ളത് ഡ്രാഗൺ എഗ് സ്ക്യൂവേഴ്സ് ആണ്. പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ട വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കാടമുട്ട ഇതുപോലെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാം ആദ്യം. ഈ ഒരു സംഭവം നമുക്ക് വേണമെങ്കിൽ സ്നാക്കായിട്ടും സെർവ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ടും സെർവ് ചെയ്യാം. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ കാടമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാംബൂ സ്ക്യൂവേഴ്സും കൂടി വേണം. അപ്പോൾ വലിയ സ്ക്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഒരു സ്ക്യൂവറിൽ 2 കാടമുട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും സൈസ് മതി സ്ക്യൂവറിന്. അപ്പോൾ ഇതുപോലെ 2 മുട്ട ഇങ്ങനെ നമ്മൾ സ്ക്യൂവറിൽ വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3-4 വേണമെങ്കിൽ വെച്ച് കൊടുക്കട്ടോ സ്ക്യൂവറിൽ. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ. പക്ഷെ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ അത്രയും വലുപ്പത്തിലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രവും വേണ്ടി വരും. നോൺ സ്റ്റിക്കിൻ്റെ അല്ല, സാധാ എന്തെങ്കിലും ഫ്രൈയിങ് പാന് വേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാതും 2 വെച്ചിട്ട് സ്ക്യൂവറിൽ ഇങ്ങനെ കോർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 6 സ്ക്യൂവേഴ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സോസ് റെഡിയാക്കണം. ഡ്രാഗൺ ചിക്കനിലേക്കൊക്കെ ഉള്ള ആ ഒരു സോസാണ് നമ്മളിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 ടീസ്പൂണ് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര, പിന്നെ അതിലേക്ക് ഒരു 1 ടീസ്പൂണ് വിനാഗിരി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഡ്രാഗൺ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു സോസാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത്. പക്ഷേ അതിലേക്ക് ഞാൻ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്താലേ നല്ലൊരു സ്പൈസി ആയിട്ട് കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ മക്കൾക്കൊന്നും അധികം സ്പൈസി ഇഷ്ടമല്ല. പിന്നെ അതുപോലെ നമ്മൾ നോമ്പൊക്കെ അല്ല, അപ്പോൾ ഒരുപാട് സ്പൈസ് പൗഡേഴ്സ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഈ മുട്ടയിൽ അഥവാ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കുക. വെള്ളം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കുക. കുറച്ചൊന്ന് ഒപ്പിയെടുത്താൽ മതി, ഒരുപാടായിട്ട് ഒപ്പിയെടുക്കണം എന്നല്ല. എന്നിട്ടൊരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് നേരമൊന്നും ഫ്രൈ ചെയ്യേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ചായി വന്നാൽ തന്നെ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുമ്പം നോൺ സ്റ്റിക്ക് പാനിലാണ് നിങ്ങളിത് ചെയ്തെടുക്കുന്നതെങ്കിൽ ഈ സ്ക്യൂവറിൻ്റെ ഇത് അറ്റമൊക്കെ പാനിൽ വര വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഫ്രൈ ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ചെയ്തിട്ട് എന്നെ പറയരുതേ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മളിപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സോസില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയായി വന്നാൽ നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട സ്ക്യൂവേഴ്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഫ്രൈ ചെയ്തിട്ടുള്ള സ്ക്യൂവറിലുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത പാടെ നോക്കുമ്പോൾ ഈ മുട്ടയിൽ ഇത് നന്നായിട്ട് പിടിച്ചിട്ടില്ല എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കോട്ടായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് സ്റ്റാർട്ടറായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഡ്രൈ ആക്കി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ നല്ല റെഡ് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ. നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആവും ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇതെല്ലാം കൂടി എല്ലാം കൂടി നമ്മൾ സോസിലിട്ടിട്ട് മിക്സ് ചെയ്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ സ്ക്യൂവറിൻ്റെ രണ്ടറ്റത്തും ഒന്ന് തുടച്ചു കൊടുക്കാം. വേണമെങ്കിൽ മതി. നമ്മളത് കഴിക്കുന്ന സമയത്ത് ആ സ്ക്യൂവറിൽ സോസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സ്ക്യൂവർ പിടിക്കുന്ന സ്ഥലത്ത് മാത്രം തുടച്ചു കൊടുത്താലും മതി. നിർബന്ധമില്ല കേട്ടോ അങ്ങനെ ചെയ്യണമെന്ന്. ഒരുപാടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ തുടച്ചു കൊടുക്കുന്നതൊന്നും അത് പ്രാക്ടിക്കലല്ല. അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്യൂവറിലുള്ള എഗ് ഡ്രാഗൺ അല്ലെങ്കിൽ ഡ്രാഗൺ എഗ്. ഈ പേരും ഞാൻ തന്നെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് വിഭവങ്ങളുടെ പേരും ഞാൻ ഇട്ടതാണ്. എൻ്റേതായ രീതിയിലുള്ള പരീക്ഷണങ്ങളാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക, എനിക്ക് ഫീഡ്ബാക്ക്സ് അയയ്ക്കുക. അപ്പോൾ വേറെ റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.